ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഹെയർ സ്റ്റൈൽസ് ആണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. നമുക്ക് ഫോർമൽ വെയർസിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഹെയർ സ്റ്റൈൽസ് ആണ്. രണ്ടും പോണി ടെയിൽസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ ആദ്യം തന്നെ ഇയർ ടു ഇയർ ഉള്ള ഹെയർ എടുക്കുക, അത് ഡിവൈഡ് ചെയ്യുക ബാക്കിയുള്ള ഹെയറിൽ നിന്ന്. എന്നിട്ട് അത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്റെ ഹെയർ കുറച്ച് ഫ്രിസി ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ടൈം എടുക്കുന്നത്. നിങ്ങളുടെ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ടും ഞാൻ ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാനിങ്ങനെ പിരിക്കുന്നതൊക്കെ എന്തിനാന്ന് വെച്ചാൽ എന്റെ ഹെയർ അവിടെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പിരിച്ചൊക്കെ വെക്കുന്നത്. അങ്ങനെ പിരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് അവിടെ കറക്റ്റായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് താഴെയുള്ള ഹെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അത് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ എടുത്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രണ്ടിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ടിൽ ക്ലിപ്പ് ചെയ്ത് ഇടുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടെ സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ മുകളിൽ നേരത്തെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ള ഹെയർ ഇയർ ടു ഇയർ പോർഷൻ നമ്മൾക്ക് ഫ്രണ്ടിൽ എങ്ങനെയാണോ പാർട്ടീഷൻ വേണ്ടത് അത് ആ പാർട്ടീഷനും ഈ സമയത്ത് തന്നെ എടുക്കുക. എന്നിട്ട് അത് ബാക്കിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ താഴെ എടുത്തിട്ടുണ്ടായിരുന്ന രണ്ടായിട്ട് പാർട്ട് ചെയ്ത ആ ഹെയറിനെ ബാക്കിലേക്ക് എടുത്തിട്ട് 2 തവണ ട്വിസ്റ്റ് ചെയ്യുക. ഇത് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള പാർട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഈ ട്വിസ്റ്റ് ചെയ്യുന്നത് ഇച്ചിരി ട്രിക്കിയാണ്, പക്ഷെ ഈസിയാണ്. 2 തവണ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ഫ്രണ്ടിലേക്ക് ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് വളരെ ലോങ് ഹെയർ ആണെങ്കിൽ അത് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക, ഫ്രണ്ടിൽ സെക്യൂർ ചെയ്ത് വെക്കുക. ഇല്ല അത്ര ലോങ് അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ക്ലിപ്പ് ചെയ്ത് വെച്ച ശേഷം ഫ്രണ്ടിലേക്ക് എടുത്ത് ക്ലിപ്പ് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കണം. നമ്മളുടെ ഫ്രണ്ടിൽ ഹെയർ പാർട്ടീഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് ഫ്രണ്ട് പോർഷൻ വേണ്ടത് ആ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാണ്, അത് പോവാതെ ചെയ്യണം. എന്നിട്ട് നമ്മളത് സെക്യൂർ ചെയ്ത ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടിരുന്ന ഹെയർ ഇല്ലേ ബാക്കിലത്തെ, അതെടുക്കുക. എന്നിട്ട് അത് താഴത്തെ ഒരു ചെറിയ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് സെക്യൂർ ചെയ്യുക. എന്റെ കയ്യിൽ നമ്മളുടെ ഒരു ബ്ലാക്ക് കളറിലത്തെ, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബ്ലാക്ക് കളറിലത്തെ റബ്ബർ ബാൻഡ് പോലത്തെ ഒരു ഇതുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഹെയർ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് വെക്കുക. ഇത് എന്താ പറയുക, നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്രയുണ്ടോ അത്രയും വട്ടം ഇടേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് മുകളിൽ നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെയർ താഴത്തേക്ക് ഇടുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ അടിപൊളിയായിട്ടുള്ള ഫോർമൽ വെയർസിന്റെ ഒപ്പം വെയർ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഹെയർ സ്റ്റൈല് ഇതാ. ഇത് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാണ്. ഞാൻ വെറുതെ ഹെയർ ഒന്ന് ഷോ ഓഫ് ചെയ്തതന്നേ ഉള്ളൂ. നമ്മൾ കിട്ടുന്ന അവസരങ്ങൾ പഴക്കരുതല്ലോ. ഓക്കെ, എനിവേസ് നമ്മൾ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ, അതും ഒരു പോണി ടെയിൽ തന്നെയാണ്. നമുക്ക് ഫോർമൽ വെയർസിന്റെ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് എല്ലാ ഹെയറും കൂടെ നമ്മൾ ഒരുമിച്ചാക്കി എടുക്കുക. എന്നിട്ട് നമ്മളുടെ കൈ റൈറ്റ് ഹാൻഡിലത്തെ കൈ ഞാനിപ്പോൾ എടുക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണേ. ഏത് രീതിയിലാണോ ഫ്രണ്ട് പോർഷന്റെ പാർട്ടിഷൻ വേണ്ടത് അതുപോലെ എടുക്കുക. റൈറ്റ് ഹാൻഡ് ഞാൻ എടുത്തത് കണ്ടില്ലേ, അതുപോലെ ഹെയർ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഞാൻ ഹെയർ എടുത്ത് കൈയെടുത്താണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഡെഫിനിഷനും ഒരു സ്ട്രക്ചറും വരും. അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പോണിറ്റെയിൽ തന്നെ പക്ഷെ ചെറിയൊരു ട്വിസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബോബി പിൻസ് എന്ന് പറഞ്ഞാൽ യു പെൻസ് വെച്ചിട്ട് ആ ട്വിസ്റ്റിന്റെ അവിടെ നമുക്ക് നമ്മളുടെ ഹെയറിന്റെ ഇതനുസരിച്ചിട്ട്, ഹെയർ എത്ര തിക്കാണോ ആ തിക്നെസ് അനുസരിച്ചിട്ട് ബോബി പിൻസ് പിൻ ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിൽ ഒരു 4, 5, 6, 7 ഒക്കെ ബോബി പിൻസ് വേണ്ടി വരും. ബോബി പിൻസ് നന്നായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ സെക്യൂർ ആവുന്നതാണ്. എനിക്ക് ഒരു 5 to 6 ഒക്കെയാണെന്ന് തോന്നുന്നു ഞാൻ ബോബി പിൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ടും പെട്ടെന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ട്വിസ്റ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു ട്രിക്കി പാർട്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെക്യൂറായി ഇരുന്നാൽ നല്ല ഭംഗിയുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഇത് നമുക്ക് ഫോർമൽ വെയർസിന്റെ ഒപ്പം അല്ലെങ്കിൽ ബ്രൈഡ്സ് മെയ്ഡ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ലോങ് ഹെയർ ഉള്ളവർക്ക് പ്രത്യേകിച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ നമ്പർ 2. എല്ലാവർക്കും ഈ ഹെയർ സ്റ്റൈൽസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.